നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് T20 പരമ്പരയിൽ നിന്ന് പൂർണ്ണമായിട്ടും തിലക് വർമ്മ റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു. നേരത്തെ നമുക്കറിയാം അദ്ദേഹത്തിന് പരിക്കുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവേണ്ടി വന്നു. ഈ പരമ്പരയിലെ 3 മത്സരങ്ങൾക്ക് അദ്ദേഹം റൂൾഡ് ഔട്ടായി. പകരം ശ്രേയസ് അയ്യരെ സ്ക്വാഡിലേക്ക് എടുത്തിരുന്നു. ഇപ്പോഴിതാ 3 മത്സരങ്ങൾക്ക് മാത്രമല്ല, ബാക്കി 2 മത്സരങ്ങൾക്ക് കൂടി അദ്ദേഹം റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു. ശ്രേയസ് അയ്യർ തുടരും എന്ന് BCCI ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു. അപ്പോഴത്തെ ചോദ്യം, വേൾഡ് കപ്പിന് തിലക് വർമ്മ ഉണ്ടാകുമോ? നമ്മളിന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോയിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3-ാം തീയതി വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് അസംബിൾ ചെയ്യും. അത് അസംബിൾ ചെയ്യുമ്പോൾ സ്ക്വാഡിൽ തിലക് വർമ്മ ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സീരീസിൽ നിന്നാണ് റൂൾഡ് ഔട്ട് ആയിരിക്കുന്നത്. എന്നാൽ വേൾഡ് കപ്പിന് മുമ്പ് അദ്ദേഹത്തിന് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ BCCIയുടെ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത്. BCCIയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ശ്രേയസ് അയ്യർ ടു കണ്ടിന്യൂ ടിൽ ദി എൻഡ് ഓഫ് T20I സീരീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അതിലവർ പറയുന്നത്, ഇന്ത്യൻ ബാറ്റർ തിലക് വർമ്മ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ട്രെയിനിങ് റെസ്യൂം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ സ്റ്റഡി പ്രോഗ്രസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റീഹാബിലിറ്റേഷൻ്റെ കാര്യത്തിൽ BCCI സെൻറ്റർ ഓഫ് എക്സലൻസിലാണ് അദ്ദേഹം ഉള്ളത്. ഹവെവർ, അദ്ദേഹത്തിന് ഇനിയും അഡീഷണൽ ടൈം വേണം ടു റീഗെയിൻ ഫുൾ മാച്ച് ഫിറ്റ്നസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫൈനൽ 2 T20Isന് അവൈലബിൾ ആയിരിക്കില്ല. വിൽ നോട്ട് ബി അവൈലബിൾ ഫോർ ദി ഫൈനൽ 2 T20Is. അടുത്ത 2 മത്സരങ്ങൾ, ന്യൂസിലാൻഡിനെതിരെയുള്ള 2 മത്സരങ്ങൾക്കും അദ്ദേഹം അവൈലബിൾ ആയിരിക്കില്ല. തിലക് അതേസമയം സ്ക്വാഡിനോടൊപ്പം, വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിനോടൊപ്പം മുംബൈയിൽ അദ്ദേഹം ജോയിൻ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫുൾ ഫിറ്റ്നസ് റീഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫെബ്രുവരി 3-ന് അദ്ദേഹം സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്യും. ഇന്ത്യയുടെ വേൾഡ് കപ്പ് വാമപ്പ് മാച്ച് ഉണ്ട് ICC മെൻസ് T20 വേൾഡ് കപ്പിന് മുമ്പ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അദ്ദേഹം ഫെബ്രുവരി 3-ന് മുംബൈയിൽ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും. ഏതായാലും മെൻ സെലക്ഷൻ കമ്മിറ്റി ഹാസ് recommended that Shreyas Iyer will continue as Tilak Varma's replacement for remaining matches. അപ്പോൾ ഇന്ത്യയുടെ അടുത്ത 2 മത്സരങ്ങൾക്ക് കൂടിയുള്ള സ്ക്വാഡ് അപ്ഡേഷൻ നമ്മൾ നോക്കിയാണ്. സ്ക്വാഡിലുള്ളത് സൂര്യകുമാർ യാദവ്, അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, ശ്രേയസ് അയ്യർ, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദുബെ, അക്സർ പട്ടേൽ, റിങ്കു സിംഗ്, ജസ്പ്രീത് ബുംറ, ഹർഷിത് റാണ, അർഷ്ദീപ് സിംഗ്, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, ഇഷാൻ കിഷൻ, രവി ബിഷ്ണോയി. അപ്പോൾ സംഗതി വളരെ വ്യക്തമാണ്. അദ്ദേഹം റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു. ഈ സീരീസിലെ ബാക്കി മത്സരങ്ങൾക്ക് തിലക് വർമ്മ റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു എന്ന് മാത്രമല്ല, വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും അദ്ദേഹം തിരിച്ചെത്തുകയും ചെയ്യും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.